പെരുമണ്ണ പുത്തൂർ മടമങ്ങാടിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. തമിഴ്നാട് നീലഗിരിയിലെ പന്തല്ലൂർ സ്വദേശി സുരേഷ് കുമാറാണ് ഇന്ന് രാവിലെ മരിച്ചത്. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. പെരുമണ്ണ പുത്തൂർമടം അങ്ങാടിക്ക് സമീപം ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് അപകടം നടന്നത്. തമിഴ്നാട് നീലഗിരിയിലെ പന്തല്ലൂർ സ്വദേശി സുരേഷ് കുമാറാണ് അപകടത്തിൽ മരിച്ചത്. പുത്തൂർമടം അങ്ങാടിക്ക് സമീപത്തെ മുജാഹിദ് പള്ളിക്ക് മുമ്പിലെത്തിയപ്പോൾ ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡരികിലെ തോടിന്റെ കോൺക്രീറ്റ് സ്ലാബിൽ ഇടിച്ച് തോട്ടിലേക്ക് വീഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഏകദേശം ഇന്നലെ ഒരു 10:50 കൂടിയിട്ടാണ് സംഭവിക്കുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ റോഡിന്റെ അനാസ്ഥ മൂലമാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് ആർക്കും നോക്കിയാലും മനസ്സിലാവും റോഡിന്റെ സൈഡ് ഐറിഷ് ചെയ്തിട്ടില്ല. ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡേറ്റുകൾ കഴിഞ്ഞ് ഒരുപാട് അവസരങ്ങളും കഴിഞ്ഞ് ഒരുപാട് ആളുകളുടെ ഇവിടെയുള്ള ആളുകളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യമായിരുന്നു ഈ റോഡിന് ഐറിഷ് ചെയ്യും. അതുപോലെ റോഡിന്റെ മറ്റേ ഭാഗത്ത് കെട്ടിയ ഒരു സ്ലാബ് ഇട്ടിട്ട് നിരവധി സ്കൂൾ കുട്ടികൾ ഇതിലൂടെ നടന്നു പോകും. തിരുമണ സ്കൂളായാലും പുറമേയുള്ള സ്കൂളായാലും നടന്നു പോകുന്നവയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റോഡിന് സൈഡിലേക്ക് ഇറങ്ങി പോയിട്ടാണ് ഈ അപകടം സംഭവിക്കുന്നത്. തികച്ചും എന്താ പറയുക, അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന് അനാസ്ഥയാണ് എന്ന് തന്നെ പറയാം. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തൊട്ടടുത്ത് ആ ട്രാൻസ്ഫോമറിന്റെ അടുത്ത് ഇതുപോലെയുള്ള ഒരു മരണം നടന്ന് പിറ്റേന്ന് രാവിലെയാണ് ഇത് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടിട്ട് ഇന്നലെ ജീവൻ രക്ഷിക്കാനാവുന്ന എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ശ്രമിച്ചിരുന്നു. പക്ഷേ ഇന്ന് രാവിലത്തോടു കൂടി അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത്. ഗുരുതരമായി പരിക്കേറ്റ സുരേഷിനെ ആദ്യം പരിസരത്തുണ്ടായിരുന്ന അതിഥി തൊഴിലാളികളും ഓടിയെത്തിയ നാട്ടുകാരും ചേർന്നാണ് തോട്ടിൽ നിന്നും പുറത്തേക്കെടുത്തത്. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്. പന്തിരങ്കാവ് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ ഭാഗത്ത് നിർമ്മാണം നടക്കുന്ന റോഡരികിലെ സ്ലാബിൽ ബൈക്കിടിച്ച് നാട്ടുകാരനായ ഒരാൾ മരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, മാവൂർ.